അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ബാക്ക് വന്നേ. ഇതാണ് ഹോട്ടലേ. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് റൂമിൽ നിൽക്കുമ്പോൾ വണ്ടി കാണാം, അതുകൊണ്ട് ഞങ്ങളിവിടെയാണ് പാർക്ക്. പിന്നെ ഞങ്ങളെടുത്തത് നമ്മുടെ റെൻ്റൽ വണ്ടി കിയ SUV. ഇവനായിരുന്നു ഞങ്ങളുടെ സഹചാരി ഇത്രയും ദിവസം, ഓൾമോസ്റ്റ് 5-6 days. അപ്പോൾ ഞങ്ങൾ മിച്ചിഗൻ അവന്യൂവിലേക്ക് പോവുകയാണ്. അവിടെയാണ് കാണാറുണ്ട്. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ലഞ്ചൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചിട്ട് മമ്മിക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. മമ്മി ഇപ്പോൾ വരുന്നില്ല, മമ്മിക്ക് എല്ലാവരും ടയേർഡായി മമ്മി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇന്നത്തെ കറക്കത്തിന് മമ്മിയില്ല. അപ്പോൾ ഞങ്ങൾ കറങ്ങിയെല്ലാം വന്നിട്ട് കസിൻസിൻ്റെ എല്ലാം വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തോടെ കറക്കം നിർത്തി. നാളെ നമ്മൾ ഇവിടെ വെക്കേറ്റ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഡാളസിലേക്ക് പോകുന്നതായിരിക്കും. നാളെ 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ കാനഡയ്ക്ക് പോയപ്പോൾ നല്ലൊരു അടിപൊളി ഗ്ലാസ്, നല്ല കോസ്റ്റ്ലി ആയിട്ടൊരു ഗ്ലാസ് നമ്മൾ റെൻ്റൽ കാറെ വെച്ച് മറന്നുപോയി. അപ്പോൾ സ്ഥിരം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്ലാസ് ഓർ മൊബൈൽ നമ്മൾ റെൻ്റൽ കാർ എടുത്താൽ അതേ വെച്ച് നമ്മൾ മറന്നുപോയി, എല്ലാം പോകും. പിന്നെ നമുക്ക് കിട്ടത്തില്ല, അവരെത്ര വിളിച്ചാലും കിട്ടത്തില്ല. അവർ കുറേ ഗ്ലാസിൻ്റെയൊക്കെ പിക്ചർ അയച്ചു തരും, പൊട്ട ഗ്ലാസിൻ്റെയൊക്കെ. എന്നിട്ട് അതൊന്നുമില്ല, നമ്മുടെ കിട്ടത്തില്ല, പോയതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഓർത്തിരിക്കുകയാണ്. എന്നോട് പറയുമായിരുന്നു ഓർത്തിരുന്നോന്നു. അപ്പോൾ നമുക്ക് മിച്ചിഗൻ അവന്യൂവിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നിങ്ങളെ എന്നെ കൊണ്ടാകുന്നവരൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എപ്പോഴും തന്നെ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് നേരെ മിച്ചിഗൻ അവന്യൂവിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ മില്ലേനിയം പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മില്ലേനിയം പാർക്ക് പോകുന്ന വഴിയാണ്. ചിക്കാഗോ മില്ലേനിയം പാർക്ക് നല്ല ഗ്രീനി ആയിട്ട് നല്ല രണ്ട് സൈഡിലും മരങ്ങളുണ്ട്. ടീച്ചർ നല്ലൊരു വെയിലും കുറവുണ്ട്, ഈ മരങ്ങളുള്ളതുകൊണ്ട്. നല്ല വെതറായിരുന്നു, നല്ല നമുക്ക് പണി കിട്ടിയാണ്. അവിടത്തും പോകാനൊക്കത്തില്ലായിരുന്നു. ഇവിടുത്തെ വീടുകൾക്ക് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഡാളസിനെ പോലെ അല്ല, എല്ലാ വീടിനും മുമ്പിലൊരു സ്റ്റെപ്പുണ്ട് അല്ലേ? ഞാൻ നോക്കുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാ വീടിനും ഫ്രണ്ടിൽ ഒരു സ്റ്റെപ്പുണ്ട്. ഇത് തണുപ്പിൻ്റെ കൊണ്ടൊക്കെ, ഇവിടെ കൂടുതൽ തണുപ്പുള്ള സ്ഥലമല്ലേ, അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എല്ലാ വീടിനും ഒരു സ്റ്റെപ്പുണ്ട്. നമ്മളിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ച് കണ്ടു കേട്ടോ, ബിഗ് ചർച്ച്. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വലിയ ചർച്ച കേട്ടോ, അത് കണ്ടില്ല, വലിയ ചർച്ച്. How many churches? അയ്യോ, ചർച്ചിൻ്റെ ഗ്രൂപ്പാ. എവിടെയുണ്ട് ചർച്ച്? ഗ്രൂപ്പ് ഓഫ് ചർച്ചസ്. Beautiful place, front of church. Toyota Chicago. നമ്മളിവിടെ ഒരു ട്രാഫിക്ക് കിടക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഷിക്കാഗോ ടാർഗറ്റിനടുത്ത് വന്നിരിക്കുകയാണ്. ഗ്യാസ് സ്റ്റേഷൻ ആണെങ്കിൽ ഗ്രീൻ കളറാണ്. ഇവിടുത്തെ സെമിട്രികൾ ഇങ്ങനെയാണ്. നമ്മുടെ US എല്ലാം, ഷിക്കാഗോയിലെ ഒരു സെമിട്രി ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. ഇവിടുത്തെ സെമിട്രി തന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്.
ബോട്ടുകളുടെ മായാപ്രപഞ്ചമാണ് ഇവിടെ ബീച്ചാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ പോയതായിരുന്നു ആ ബീച്ചിൽ. ഇവിടെ ഒത്തിരി ബീച്ചുകളുണ്ട്. Yates Garden, Chicago. Again we go into downtown. ഇവിടെ ഡൗൺടൗണിലാണ് എല്ലാം ഉള്ളത്. നമ്മളവിടെ എപ്പോഴും എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരും. സ്ഥലങ്ങളതൊക്കെ അങ്ങ് ദൂരെ കാണുന്നത്. ലോട്ട്സ് ഓഫ് ബ്രിഡ്ജസ് ഉണ്ട് ഇങ്ങനെ. ഇതൊരു അടിപൊളി ബ്രിഡ്ജാണ്. അങ്ങനെ നമ്മൾ ട്രംപ് ടവറിൽ എത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ ടവർ. ആംബുലൻസ്. ഇതാണ് മിഷിഗൻ അവന്യൂ. ഞാൻ പറഞ്ഞ മിഷിഗൻ അവന്യൂ ഈ സ്ഥലമെല്ലാം. ഇവിടെ ഇങ്ങനെ സൈക്കിൾ വെച്ചിട്ടുണ്ടേ. നമുക്ക് പൈസ ഇട്ടിട്ട് യൂസ് ചെയ്ത് തിരിച്ചു വെച്ചാൽ മതി. ആദ്യം ഇടയ്ക്കൂടെ ഒരു ആംബുലൻസും വരുന്നുണ്ട്. പാർക്കിങ്ങിലെത്തി. മില്ലേനിയം പാർക്കിംഗ്. പാർക്ക് ഗാർഡൻ. നമുക്ക് അങ്ങോട്ട് പോകണം. ഇതെല്ലാം ഒരു മിഷിഗൻ അവന്യൂ. ഒത്തിരി കാണാനുണ്ട്. മില്ലേനിയം പാർക്കിലെത്തി. മില്ലേനിയം പാർക്ക്. ഇഷ്ടംപോലെ ഫ്ലവറൊക്കെ. അടിപൊളി പാർക്കാണ്. ഇവിടെയുണ്ട് ഫുഡ് കോർട്ട്. ഈ മില്ലേനിയം പാർക്കിന്റെ സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ട് സ്കൾപ്ചറാണ്. അതിന്റെ പേര് ബീൻ എന്നാണ്. അത് വളരെ ഫേമസ് ആണ് ഈ പാർക്കില്. അപ്പം അതിങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അതിൽ കൂടെ നമുക്ക് ഈ സിറ്റി റിഫ്ലക്സ് ആകും. നമുക്കതെല്ലാം കാണാം. പക്ഷെ അവിടെ കുറച്ച് വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ പബ്ലിക്കിന് എൻട്രി ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ മാറി നിന്നാണ് പിക്ചറൊക്കെ എടുത്ത്. എല്ലാവരും ഇങ്ങനെ മാറി നിന്ന് കാണുവാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു എഗ്ഗ് പോലെ ഇരിക്കുകയാണ്. ഇതിനകത്തൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ എല്ലാം ഇപ്പം ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പണി നടക്കുകയാണ്. ഇത് കണ്ടോ, കസാബൊണീറ്റയിലെല്ലാം നമ്മുടെ പണി നടക്കുകയാണ്. റോങ് ടൈം ഓഫ് മില്ലേനിയം പാർക്ക്. ഇവിടെ ഒരു വലിയൊരു അടിപൊളി സ്റ്റേഡിയം ഉണ്ട് കേട്ടോ.
ദ എൻട്രൻസ് ഓഫ് മില്ലേനിയം പാർക്ക്. 2-3 എൻട്രൻസ് ഉണ്ട്. ബോയിങ് ഗാലറി. നമുക്കൊരു ഫൗണ്ടൻ ഉണ്ട്, നമുക്ക് അവിടെ പോയി കാണാം. ബസ് നമ്മുടെ ഫൗണ്ടൻ. ഒത്തിരി ഫൗണ്ടേഴ്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഫൗണ്ടേഴ്സ് ഓഫ് മില്ലേനിയം പാർക്ക്. Public Library of the City of Chicago, founded something building complex completed. അടിപൊളി ബിൽഡിങ്ങുകളാണ്. ട്രംപ് ടവർ. നമുക്കിങ്ങനെ ബോട്ടിംഗ് ഉണ്ട്. റിവർ വാക്ക്. ഇവിടെ ബോട്ടിംഗ് ആൻഡ് റിവർ വാക്ക്. ഇത് സാൻ ആന്റോണിയോയിലുണ്ട്, ടെക്സസിലുള്ളതാണ്. We can go for a river walk here. See? River walk. River walk. ഇവിടെ ഇങ്ങനെ ഒഴുകുവാണ്. ന്യൂയോർക്ക് പോലെ തന്നെ ആൾക്കാർ. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈ ബൈ മില്ലേനിയം ഗാർഡൻ, മില്ലേനിയം അവന്യൂ. വി ഗോയിങ് ബാക്ക് ടു അവർ ഹോട്ടൽ. ഇവിടെ കണ്ട ലണ്ടൻ പോലെ ഉണ്ട്. ഓൾഡ് സ്റ്റൈൽ ബിൽഡിംഗ്. ഞങ്ങൾ ഇവിടുന്ന് ഷിക്കാഗോ സ്പെഷ്യൽ പിസ്സ വാങ്ങിക്കാൻ പോവാണ്. റൊസാറ്റീസ് പിസ്സ. ഇവിടുന്ന് ഞങ്ങൾ നമ്മൾ പിക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഷിക്കാഗോ ക്ലീനേഴ്സ് ഡ്രൈ ക്ലീനിങ് പ്ലേസ് ആണ്. ഇതെല്ലാം വീടുകളാണ്. ഞാൻ മഞ്ഞ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് റോമൻ സ്റ്റൈൽ പിസ്സ കിട്ടുന്നതായിരിക്കും. ഒരു ബ്രിഡ്ജ്.
നൈൽസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഷിക്കാഗോ നൈൽസിലാണ്. നേരത്തെ ഞങ്ങൾ സ്കോക്കിയിലായിരുന്നു, ഷിക്കാഗോ സ്കോക്കി. ആ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റും സ്കോക്കി പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്, നൈൽസ്. ഞങ്ങൾ വന്നു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്നെത്തി ഗായ്സ്. ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോവുകയാണ് ഹോട്ടലിലേക്ക്. ഇനിയും അവിടെ ചെന്ന് പിസ്സ കഴിച്ചിട്ട് ഇനി എൻ്റെ കുറേ കസിൻസിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. ഇനി അതാണ് അടുത്താഴ്ച ചെയ്യാനുള്ളത്. അതോടെ നമ്മുടെ ഇവിടുത്തെ കറക്കമൊക്കെ തീരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഷിക്കാഗോ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഷിക്കാഗോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയിക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ കസിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതാണ് ഷിക്കാഗോ സ്റ്റൈൽ സ്പെഷ്യൽ പിസ്സ. ഞങ്ങളൊരു പീസ് കട്ട് ചെയ്തു. അപ്പോൾ ഓർത്ത വീഡിയോയുടെ കാര്യം. ഇതും ഒരു സ്റ്റൈലാണ്, നമ്മുടെ ആപ്പിൾ ഫോൺ പോലെ കടിച്ച ആപ്പിൾ. അടിപൊളി പിസ്സ. ഇത് ഭയങ്കര തിക്കാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള പിസ്സ. ഒരു പീസ് കഴിച്ചാൽ ഒരു 10 തിൻ പിസ്സയുടെ പീസ് സ്ലൈസ് കഴിച്ചവരുണ്ട് അല്ലേ. 1 സൈസ് സ്ലൈസ് ഈസ് സോ ഹെവിയാണ്. കസിൻ്റെ വീട്ടിൽ പോകുന്ന നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഞങ്ങൾ റെഡിയായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കസിൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ട്. ബാക്കി എല്ലാവരുടെ വീടും 1.5 hours 2.5 hours ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണമായിരുന്നു. അപ്പോൾ ഈ സണ്ണിച്ചായൻ പറഞ്ഞ ഈ കസിൻ്റെ വീട് ഇവിടെ ടൗണിൽ തന്നെ, നമ്മുടെ ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. ഇവിടുന്ന് 20 minutes ഉള്ളൂ. നന്നായി. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ സണ്ണിച്ചായൻ്റെ വീട്ടിലെത്തി. അവിടെ കുറച്ച് നേരം വാചകമൊക്കെ അടിച്ചിരുന്ന് അവിടുന്ന് കുറച്ച് ജ്യൂസ് കോഫിയൊക്കെ കുടിച്ച് അവിടെ ഒരു കുഞ്ഞ് ബായ്ക്കാടുണ്ട്. ടൗൺ ആയതുകൊണ്ട് അധികം സ്ഥലമില്ല. ഒരു കുഞ്ഞ് ബായ്ക്കാടുണ്ട്. അവിടെ അവരുടെ കൃഷിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. ഞങ്ങൾ സണ്ണിച്ചായൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സണ്ണിച്ചായൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് 2 പേര്, പിന്നെ ഒരു ബ്രദറുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ ബ്രദറിൻ്റെ ഒക്കെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയാണ്. അത് കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. റഷില്ലാത്ത സ്ഥലം. ഇവിടെ ഒക്കെ ശരിക്കും ഡാളസ് പോലെ തന്നെയാണ്. സെയിം ലൈക്ക് ഡാളസ്. നമ്മുടെ a couple of minutes are really good. There's a big number, 391. Yeah, house number of a big number. 39153. Other side. 4 number, 5 number. Okay, what's the house? Young calling 3 number. You arrived. Destination is on your left. Left. അപ്പോൾ നമ്മുടെ കസിൻ്റെ വീട്ടിലെത്തി. കസിൻ്റെ വീട്ടിലെത്തി ഗായ്സ്. ഇതാണ് ഗായ്സ് നമ്മുടെ കസിൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ സണ്ണിച്ചായൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തി. അവിടുത്തെ അമ്മയും ഈ സിസ്റ്ററിൻ്റെ കൂടെ താമസിക്കുന്നത്. ആ നൈറ്റ് ഇട്ടാണ് അമ്മച്ചി. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേ സിസ്റ്ററും ബ്രദറും എല്ലാവരും അങ്ങോട്ട് വന്നു. അവരെല്ലാവരും അടുത്തടുത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നത്. അവരെല്ലാവരും കൂടി അവിടെ വന്നു. ഇവരെല്ലാം ഒത്തിരി നാൾ കൂടിയാണ് കാണുന്നത്. ഞങ്ങളവിടെ കുറേ വാചകമൊക്കെ അടിച്ചിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുകയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് രാത്രിയായപ്പത്തിന് എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇളയ ബ്രദർ ബിനോയ് ചൈന റെഡ് ടീഷർട്ട് ഇട്ട ആൾ പറഞ്ഞ് പുള്ളിയുടെ വീട്ടിലൂടെ വന്ന് കയറിയിട്ടേ പോകണം. അവിടെ കണ്ട ഞങ്ങൾ ചെന്നപ്പോൾ അല്ലെ ഒരു ബനാന ട്രീ ഉണ്ട് അവിടെ. അതിനെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് അവരകത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ തണുപ്പ് കൂടിയോണ്ടായിരിക്കും അവർ ഇതുവരെ എന്നെ പുറത്തിറക്കിയിട്ടില്ല. ഇപ്പോഴും അവിടെ ഈവനിങ് ആകുമ്പോൾ വെച്ച തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.
ബൈ ബൈ.